പലിശയുടെ പൈസ പിടിച്ചു പറിച്ചത്, അല്ലാഹു ഹറാമാക്കിയ പണം ആരുടെ വീട്ടിലുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്നാണ്. അവരുടെ ആയുസ് കുറയുമെന്നാണ്. ഇതൊക്കെ ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷകളാണ്. അറിയാത്ത ആരാവുള്ളത്? പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കൂട്ടുനിൽക്കുന്നതും സാക്ഷി നിൽക്കുന്നതും എഴുതുന്നത് വരെ ശിക്ഷയാ. പലിശ വാങ്ങുന്നത്, കൊടുക്കുന്നത്, സാക്ഷി നിൽക്കുന്നത്, എഴുതുന്നത് മൊത്തം പാവമല്ലേ? മൊത്തം പാവമല്ലേ? എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ടും ചെയ്യണില്ലേ? ലോൺ എടുക്കണില്ലേ? കൊണ്ടുപോയി പണയം വെക്കുന്നില്ലേ? പലിശക്കെടുക്കുന്നില്ലേ? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ. എന്നിട്ടും ചെയ്യുന്നില്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം എന്ത് ചെയ്യും? ജീവിതം പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് തെറ്റുമറിയാം, തെറ്റിന്റെ ശിക്ഷയും അറിയാം, ദുനിയാവിൽ കിട്ടുന്നതും ആഖിറത്തിൽ കിട്ടുന്നതും. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, നബിതങ്ങൾ പറയുകയാ, മക്കളെ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഓർമ്മ വേണം, ഇത് അല്പനേരത്തെ സുഖം, ഒരല്പനേരത്തെ സന്തോഷം, ഇത് ഇത്തിരി കഴിഞ്ഞാൽ മാറും. പക്ഷെ വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്ക്. നിനക്ക് പിന്തിരിയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.